2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് യുഎസ്എക്കാരായ മേരി ഇ ബ്രോങ്കോവ്, ഫ്രെഡ് റംസ്ഡെൽ, ജപ്പാൻകാരനായ ഡോക്ടർ ഷിമോൺ സകാഗുചി എന്നിവർക്കാണ്. മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി സംബന്ധിച്ച നിർണായക കണ്ടെത്തലിനാണ് മൂവർക്കും വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2025 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് യുകെക്കാരനായ ജോൺ ക്ലാർക്ക്, ഫ്രാൻസുകാരനായ മൈക്കിൾ എച്ച് ഡിവോറൈറ്റ്, യുഎസ്എക്കാരനായ ജോൺ എം മാർട്ടിനൻസ് എന്നിവർക്കാണ്. മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിനും ഇലക്ട്രിക് സർക്യൂട്ടിലെ ഊർജ ക്വാണ്ടൈസേഷൻ കണ്ടുപിടുത്തത്തിലൂടെയുമാണ് മൂവർക്കും ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ജപ്പാൻകാരനായ സുസുമു കിറ്റഗാവ, ഓസ്ട്രേലിയക്കാരനായ റിച്ചാർഡ് റോബ്സൺ, യുഎസ്എക്കാരനായ ഒമർ എം യോഗി എന്നിവർക്കാണ്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുമായി ബന്ധപ്പെട്ട കണ്ടെത്തലിനാണ് മൂവർക്കും രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഹംഗറിക്കാരനായ ലാസ്ലോ ക്രെസ്നഹോർക്കയ്ക്കാണ്. 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവായ മരിയ കൊറീന മച്ചാഡോയ്ക്കാണ്. ജനാധിപത്യ പോരാട്ടത്തിനാണ് ഇവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഫിലിപ്പ് അഗിയോൺ, ഇദ്ദേഹം ഫ്രാൻസുകാരനാണ്. ജോയൽ മോഗർ, ഇദ്ദേഹം അമേരിക്കൻ ഇസ്രായേൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹത്തിൻ്റെ ജന്മദേശം നെതർലാൻഡാണ്. പീറ്റർ ഹൗവിറ്റ്, ഇദ്ദേഹം കനേഡിയനാണ്. ഈ 3 പേർക്കുമാണ് 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇതിൽ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനിലൂടെയുള്ള സുസ്ഥിര വളർച്ചയുടെ സിദ്ധാന്തത്തിനാണ് ഫിലിപ്പ് ആഗിയോണിനും പീറ്റർ ഹൗവിറ്റിനും പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ നവീകരണത്തിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള പഠനത്തിനാണ് ജോയൽ മോഗിറിനു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്.